ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 2. കഴിഞ്ഞ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭക്തിയോഗത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു. ഇനി ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ കാണിക്കുന്നത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ബോധാന്യഭിഹൃതവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പ്രകൃതി മഹദ് അഹങ്കാരാശ്ച മാത്രാഃ ച ഭൂതാനി അഭി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ അസൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പ്രകൃതി മഹദഹങ്കാരാഃ ച, മൂലപ്രകൃതിയും മഹത്തത്വവും അഹങ്കാരവും, മാത്രാജ 5 തന്മാത്രകളും, ഭൂതാനി അഭി 5 ഭൂതങ്ങളും, ഹൃദ് അഭി ദശാക്ഷി, ഹൃത് പറയുമ്പോൾ മനസ്സും ദശാക്ഷി പറയുമ്പോൾ 10 ഇന്ദ്രിയങ്ങളും, പഞ്ചവിംശ 25-ാമത്തേതായിട്ട് പുരുഷ ഇതി പുരുഷനും എന്നീ പ്രകാരം വിദിത വിഭാഗ അസു തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃത്യാമുച്ചതി പ്രകൃതി അല്ലെങ്കിൽ മായ വിട്ടുമാറുന്നു. ഇതി കപിലതനു ഹൂത്വം ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയെ നഗാദി ദേവഹൂതിയോട് അരുളി ചെയ്തു. മൂലപ്രകൃതി മഹത്തത്വവും അഹങ്കാരവും 5 തന്മാത്രകളും 5 ഭൂതങ്ങളും മനസ്സും 10 ഇന്ദ്രിയങ്ങളും 25-ാമത്തേതായിട്ട് പുരുഷനും എന്നീ പ്രകാരം തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃതി അല്ലെങ്കിൽ മായ വിട്ടുമാറുന്നു. ഇപ്രകാരം കപിലസ്വരൂപനായി നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ മൂലപ്രകൃതി, 3 ഗുണങ്ങളാണ് മൂലപ്രകൃതിക്ക്, അതായത് ത്രിഗുണങ്ങൾ. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമമാണ് ലോകം മുഴുവനും എന്നും പുരുഷന് പ്രകൃതിയുമായിട്ട് തീരെ ബന്ധമില്ലെന്നുമാണ് സാഖ്യമത സിദ്ധാന്തം. അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ 24. പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണമാണ് മൂലപ്രകൃതി. ത്രിഗുണാത്മികയായ ആ മൂലപ്രകൃതിയാണ് മായ എന്നും അവിദ്യ എന്നും ഒക്കെ പറയുന്നു. അതായത് മൂലപ്രകൃതി തന്നെയാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്നൊക്കെ പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു. മഹത്തത്വം പറയുമ്പോൾ ബുദ്ധിയാണ് മഹത്തത്വം. ഞാൻ എന്ന ഭാവമാണ് അഹങ്കാരം. ഇനി 5 തന്മാത്രകള്, 5 മഹാഭൂതങ്ങള്, അതെന്തൊക്കെ വെച്ചാൽ പ്രകൃതി തത്വങ്ങള് 24 പ്ലസ് പുരുഷനാണ് 25 തത്വങ്ങള്. അതിൽ 5 തന്മാത്രകൾ പറയുമ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 പഞ്ചഭൂതങ്ങള് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. 5 ജ്ഞാനേന്ദ്രിയങ്ങള് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. കർമ്മേന്ദ്രിയങ്ങൾ 5 വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം. പായു പറയുമ്പോൾ മലവിസർജനാവയവം, ഉപസ്ഥം പറയുമ്പോൾ മൂത്രവിസർജനാവയവം. പിന്നെ 4 അന്ധകരണങ്ങൾ, അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ 24 തത്വം, അതായത് 5 തന്മാത്ര, 5 പഞ്ചഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം. അപ്പോൾ 20 പിന്നെ 4 അന്ധകരണങ്ങൾ, അതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അങ്ങനെ 24 പിന്നെ പുരുഷനും കൂടുന്നതാണ് 25 തത്വങ്ങൾ. ഇവയ്ക്ക് പുറമേയുള്ളതാണ് പുരുഷൻ, അതായത് 25-ാമത്തെ തത്വം. ഇവ വേർതിരിച്ച് മനസ്സിലാക്കി കഴിയുന്നതോട് കൂടിയിട്ട് പ്രകൃതി പുരുഷനെ വിട്ടൊഴിയുന്നു എന്ന് ഭാവം. ജീവൻ തന്നെയാണ് പുരുഷൻ. ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങളെയും സാഖ്യന്മാര് 24 തത്വങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഹിരണ്യഗർഭനാണ് പുരുഷൻ. വിരാട് സ്വരൂപ ഘടകങ്ങൾ, അതായത് വിരാട് സ്വരൂപത്തിന്റെ ഘടകങ്ങളാണ് പ്രകൃതി തത്വങ്ങൾ. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ബോധാന്യഭിഹൃതവിദശാക്ഷി പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭി എന്ന് ആക്കാം. ഭൂതാനി അഭി അല്ലെങ്കിൽ ഭൂതാന്യഭി. ഭൂതാന്യഭി ഹൃദവിദശാക്ഷി പുരുഷ പഞ്ചവിംശ
ഇതി വിദിത വിഭാഗോ മുച്യതേ സോ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യഭിഹൃദഭി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യേനഗാദി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.